ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-15 വാക്യത്തിൽ, ദൈവാത്മാവ് നടത്തുന്നവൻ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെയത്രേ പ്രാപിച്ചത് എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഹുയോതീസിയ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പുത്രത്വം എന്ന പദത്തെ സൂചിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നതിനെ മനസ്സിലാക്കുവാൻ അടയാളപ്പെടുത്തുന്നത്. പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്യം ഒരു വിശ്വാസി എന്ന് പറയുന്ന ഓരോരുത്തർക്കും പുതിയ കുടുംബത്തിൽ അംഗമായതിൻ്റെയും ദൈവത്തിൻ്റെ അവകാശിയായി മാറുന്നതുമായ വളരെ ശക്തമായ ആശയത്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. പിതാവിൻ്റെ വാത്സല്യത്തിൽ ജീവിക്കുവാനും അവൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുവാനുമായിട്ടുള്ള ഒരു വിളിയെയാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത്. വളർത്തുന്നവരുടെ പ്രാപ്തിയാണ് വളരുന്നവരുടെ കരുത്ത് എന്നും ജന്മം നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് പരിപാലനമെന്നും വളരെ മനോഹരമായ ആശയത്തിലൂടെ നമ്മെ മനസ്സിലാക്കുവാൻ നമുക്കിതിലൂടെ സാധിക്കും. അതോടൊപ്പം വളരുന്ന സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മഹിമ മനസ്സിലാക്കുക എന്നതാണ് വളരുന്നവരുടെയും കടമ. ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ പുത്രത്വത്തിൻ അവകാശികളായ നാം ഓരോരുത്തരും സുവിശേഷത്തിൽ വേരൂന്നി ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ഉത്തരവാദിത്തം ഉള്ളവരായും തീരുന്നു. അപ്രകാരം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടും നീതിയോടും കൂടി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.